ഹലോ. ഹലോ, അസ്സലാം വലൈക്കും. വലൈക്കും സലാം. എന്റെ പേര് ഖാദർ എന്നാണ്. ആ എനിക്ക് ഈ നമ്പറും പിന്നെ വേറൊരു നമ്പറും കൂടി ഉണ്ട്, 892339. ആ അതിൽ വാട്സപ്പിൽ ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കമന്റും കാര്യങ്ങളൊക്കെ വിടാറുണ്ട്. ആ ഞാൻ ഒറിജിനൽ ആയിട്ട് ഈ ഒരു സൂഫി ഗുരുവിന്റെ ശിഷ്യനാണ്. ഉം, ആളപ്പില്ല, മരണപ്പെട്ടു. ഉം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ഏനാമാവില് മുക്കുട്ടിത്തറ എന്ന് പറഞ്ഞ അവിടെ ഹംസ മുസ്ലിയാർ എന്നിട്ട് ഹൈദരാബാദ് നൂർഷാ തങ്ങളുടെ ശിഷ്യനാണ് ആയിരുന്നു. മരിച്ചിട്ട് കുറെ കാലായി. അപ്പോ ഇതിലെന്താന്ന് വെച്ചാല് ഭായിയോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, എഹ്സാൻ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം ഉണ്ട് എന്തില്, ഖുർആനില്. എഹ്സാൻ നമ്മള് ചുരുക്കം പെട്ടെന്ന് ആൾക്കാര് എന്നൊക്കെറാഹു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആയത്ത്. ഇനി അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. കണ്ടാൽ മാത്രമാണ് ഷഹാദത്ത് കലിമയുടെ ദൃസാക്ഷിയാവുള്ളൂ. ദർശിച്ചവനല്ലേ സാക്ഷി. അതല്ലാതെ നമ്മള് വിശ്വസിച്ചവൻ ഒരിക്കലും നാല് ക്രോസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം പാളിപ്പോവും, സംശയാവും. ജയിച്ചാ മുനാഫിക്കായില്ലേ. അപ്പൊ ആ മുനാഫിക്കിന്റെ ട്രാക്കിലാണ് സകലരും ഉള്ളത്, എല്ലാ മതങ്ങളും ഉള്ളത്. അതിപ്പോ തൗറാത്തിലായാലും ഇഞ്ചിലായാലും സബൂറിലായാലും ഖുർആനിലായാലും ഒക്കെ യഥാർത്ഥ തൗഹീദ് ഉണ്ട്. അത് അതാത് കാലഘട്ടങ്ങളിൽ ആൾക്കാർ ഇതിനൊക്കെ എതിരെ പോയിരിക്കുകയാണ്. അപ്പൊ എഹ്സാൻ എന്നത് ഒന്ന് ശരിക്കും പറഞ്ഞാൽ അത് ഈ ഖുർആൻ കൊണ്ട് തർബിയത്ത് ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, മറ്റേ ഇതിന്റെ സൂഫി വര്യന്മാര്, അവരിലൂടെയാണ് ആ ഇൽമ് ശരിക്കും കിട്ടുക. എന്ന് വെച്ചാൽ ഇൽമെന്ന് പറയുന്നത് നമ്മള് അള്ളാഹുവിന്റെ വാജിബായ 20 സിഫത്ത്, മുസ്തയിലായ 20 സിഫത്ത്, ജായിസായ ഒരു സിഫത്ത് എന്ന് പറഞ്ഞിട്ട് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ 41 സിഫത്തുകളെ. അതങ്ങനെ പഠിപ്പിച്ചിട്ട് ഇവര് വിട്ടുകളയാണ്. തുടർന്ന് അക്കാദമികളിലോ ദർസുകളിലോ ആ സിഫത്തുകളെ അനലൈസ് ചെയ്യാനോ അതിനെ ഡെമോ ആക്കിയിട്ട് പുറത്തു കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യാനോ മതങ്ങൾ നിൽക്കുന്നില്ല. എന്നുവെച്ചാൽ മതങ്ങൾ അതൊക്കെ ഖുറൈശികൾക്ക് വേണ്ടി നിയമിച്ച നിർമ്മിതമായ ഹദീസുകളാൽ തൗഹീദിനെ ലോക്ക് ചെയ്തു, ബന്ധിച്ചു. മനസ്സിലായോ? നമ്മളിപ്പോ ഈ സൂഫിസത്തിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഉള്ള ഒരു നോളേജ് വെച്ചിട്ട് പിന്നെ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഇൽമ്. കട്ടായ? ഇല്ലല്ല, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ഈ സൂഫിസത്തിന്റെ വഴിയിലൂടെ കുറച്ചു ദൂരം പോയതാണ് എന്നെ സംബന്ധിച്ച്. അതിപ്പോ ലാസ്റ്റില് ഈ ഇന്നലെ അങ്ങോട്ട് നടന്നൊരു സംഭവമല്ലേ, ഈ നുണയാവർത്തനം എന്ന് പറഞ്ഞിട്ട് ഈ ഈസനെ കുറിച്ചിട്ട്, അത് ഞാൻ കേട്ടുകൊണ്ടിരുന്നതെന്നാണ്. അപ്പൊ ഇടയ്ക്ക് കുറെ കാലമായും വിചാരിക്കുകയാണ് നിങ്ങളെ, അതുപോലെ മുസ്തഫ മൗലവിന്റെ ഇതൊക്കെ ലൈനിൽ കിട്ടില്ല. പിന്നെ എനിക്ക് ഇതുപോലെ വേറൊരാളെ ലൈനിൽ കിട്ടി. അത് മീൻചന്തയിലുള്ള ബാബാനായിരുന്നു. അത് നേരിൽ ഫോൺ ചെയ്ത് കിട്ടി. അപ്പൊ തന്നെ ഞാൻ അടുത്ത 1 മണിക്കൂറിൽ പോവുകയും ചെയ്തു. അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹമാണ് 100% ക്ലിയറാണ്, ദൃസാക്ഷിയാണ്. ആരെ? കലിമത്ത് തൗഹീദിന്റെ. നമ്മളില് ഉള്ള 7 സിഫത്തുകൾ ഉണ്ടല്ലോ. ഞാൻ നമ്മുടെ പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആളിനെ, എന്താണ്, അൻസാരി മാഷ അറിയോ? ഇല്ല, ഞാൻ അങ്ങനെയുള്ളവരൊന്നും അറിയില്ല. ഞാൻ മുഹമ്മദ് അലി അൻസാരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ആള് ഇതിനെ വളരെ എന്താ പറയാ ആത്മീയമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരാളാണ്. ഖുർആന്റെ മൊത്തത്തില് ലിസാനുൽ അറബില് ഖുർആനെ വ്യാഖ്യാനിക്കുന്ന ആളാണ്. ലിസാനുൽ അറബ്. അപ്പോ ഞാൻ പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് ഈ ആത്മീയ വഴിയില് അത്ര ഒരു പരിധി വിട്ട താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. കുറച്ചുകൂടി ഭൗതികമായിട്ട് ജീവിക്കുന്ന ആളാണ്. എന്റെ കൺസേണും മനുഷ്യന്റെ തന്നെയാണ്. ഭൗതികമായിട്ട് എന്തെല്ലാം ലാഹിറുണ്ടോ നമ്മളെ കണ്ണിൽ പെടുന്നുണ്ടോ അത് മുഴുവൻ തന്നെയാണ് കലിമത്ത് തൗഹീദ്. അല്ലാണ്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതല്ല. അതിനെ സോഫ്റ്റ്വെയർ പോലെ വർക്ക് ചെയ്യുന്നു. അത്
അല്ല, ആ നമ്മളിപ്പോ രീതിയിൽ ഇപ്പൊ ഈ ഒരേ ടെക്സ്റ്റിനെ പല രീതിയിൽ ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ അതിനെ ഭാഷ്യം ചമക്കുന്നുണ്ട്, പല രീതിയിൽ ഇത് ആ ജീവിതത്തിൽ പകർത്തുന്ന ആൾക്കാരുണ്ട്. അല്ല, എന്റെ ഞാൻ ഒരു പറഞ്ഞു തന്നെ എന്റെ ഒറ്റ പോയിന്റ് എന്താ മിനിറ്റ്, വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താന്നറിയോ, ഞാൻ ആ, പറഞ്ഞു തന്നറിയോ, ഉം, ഈ ഇഹ്സാനും കൂടെ നിങ്ങളെ മനസ്സിലാക്കിയാൽ ഉം, നിങ്ങളെ ലോകത്തില് ഒരു ഉം, ശക്തിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉം, കൊണ്ടുപോയിട്ട് ഉത്തരം മുട്ടിക്കാൻ പറ്റില്ല. ഉം. മനസ്സിലായ? അപ്പൊ പിന്നെ ഈ ഈ സംഭവം ഇഹ്സാൻ എന്ന് നേരെ പറഞ്ഞ സൂറത്ത് എന്താണ് ഇഹ്സാൻ അതിനകത്ത് കാര്യമായിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് കാരണം ഞാൻ പറഞ്ഞുതരാം. ഇഹ്സാൻ എന്ന് പറഞ്ഞ ഞാൻ സൂറത്തില് സ്വർഗം, നരകം, അല്ല അങ്ങനത്തെ അല്ല കുറെ അല്ല സാധനങ്ങളൊക്കെ അല്ല, ഉണ്ട്. സ്വർഗം നരകൊന്നുമല്ല. സ്വർഗം ഉം, നരകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ റൈറ്റുള്ള കാര്യത്തിന് സ്വർഗം. ഉം, ഏ പിന്നെ ഷഹാദത്ത് കെലിമ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം കാണുന്ന അള്ളാഹുവിന്റെ വുജൂദാണ് ഈ നിറഞ്ഞു നിൽക്കുന്നത്. ഉം, മനുഷ്യരിൽ നിൽക്കുന്ന 7 സിഫത്തുകള്. ഉം, എന്ത്? ഹയ്യ് കൊണ്ട് നമ്മൾ ജീവിക്കണം, ഹയ്യുള്ളത് കൊണ്ട് നമ്മൾ ചലിക്കണം, ഉം, ഹയ്യുള്ളത് കൊണ്ട് നമ്മൾ കാണുന്നു, ഹയ്യുള്ളത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, ഹയ്യുള്ളത് ഉം, കൊണ്ടാണ് നമ്മുടെ അറിവ്. ഉം, അങ്ങനെ 7 സിഫത്തുകള് നമ്മളിലുണ്ട്, മനുഷ്യനിലുണ്ട്. ഉം, മനസ്സിലായോ? ഉം, അപ്പോ മനുഷ്യന്റെ ആന്തരികാവയവങ്ങളൊക്കെ അള്ളാഹു ഗർഭാശയത്തിൽ വെച്ച് ഉം, നിർമ്മിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് എടുത്ത് ഇതിലേക്കൊക്കെ ഉം, ഈ സോഫ്റ്റ്വെയർ പോലെ ഇതൊക്കെ ലിങ്ക് ചെയ്തു. ഉം. അള്ളാഹുവിന്റെ ഹയ്യാണ് ഈ മനുഷ്യന്റെ സൂറത്ത് ഉള്ളില്. ഇഹ്സാൻ എന്ന് പറഞ്ഞ സൂറത്തായിട്ടുണ്ടോ? ഇല്ലല്ലോ, ഉണ്ട്, ഇൻസാനല്ലേ ഉള്ളത്? അതെ, അത് പറഞ്ഞുതരാം. അതെ, ഖുർആൻ 30 ജ്യൂസിൽ 3-ൽ ഒരു ഭാഗം ആ, ഖുർആൻ അസ്റാറുകളും ആ, മുത്തശാബിഹത്തായ ആയത്തുകൾ കണ്ടിട്ടുണ്ടല്ലോ, ഉം, സൃഷ്ടികളോട് സാദൃശ്യമായ ആയത്തുകൾ. ഉം, എന്നോട് അടുത്താൽ അവന്റെ കയ്യാനാകും, അവന്റെ കണ്ണിയാനാകും, അവന്റെ കാലിയാനാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉം, ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ. ഉം, ഇത് ഒരു മതപണ്ഡിതനും അർത്ഥം നേർക്ക് നേരുള്ള അർത്ഥം വെക്കാൻ കഴിയില്ല. ഉം, കഴിഞ്ഞാൽ അത് സൃഷ്ടിയിലേക്ക് വഴിയാലും. ഉം, അപ്പൊ ആ സൃഷ്ടിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഉം. ഇതേപോലെ ആകാശഭൂമികളിലും അല്ല, ഞാൻ വെള്ളത്തിലും ചോദിക്കുന്നത്, നിങ്ങൾ ഇഹ്സാൻ എന്ന് പറഞ്ഞത് ആ, സൂറത്തായിട്ടല്ലല്ലോ? അല്ലല്ല, ആ, സുഹൃത്തായിട്ടല്ല. ഉം. അത് അതൊക്കെ ഇഹ്സാൻ കുറെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ വകതിരിച്ചെടുക്കുന്നത്? അത് അത് ഖുർആനിൽ വരുന്നുണ്ടല്ലോ. അൻത അബ്ദുല്ലാഹ കഅന്നക യറാഹു വ ഇല്ലൻ യകുൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങോട്ട് ഓതിപ്പോണി. ഖുർആൻ ഹാഫിളല്ല, ഉം, ഖുർആൻ ഹാഫിളല്ല. മനസ്സിലായ? അല്ല, നേരെ ഞാൻ മറിച്ച് ചോദിക്കുന്നത് ഇഹ്സാൻ എന്ന് പറഞ്ഞപ്പോ ഈ മീൻചന്തയില് ഖുർആനിനെ 3 പറഞ്ഞുതരാം ജുസുകള്, ഭാഗങ്ങൾ, 3 ഭാഗങ്ങൾ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാല് ഈ 3 ഭാഗങ്ങൾ സെപ്പറേറ്റ് ആണോ, അതോ അല്ല ഇത് അല്ല അല്ല കലർന്ന് അല്ല അല്ല കിടക്കണോ? അല്ല കലർന്ന് കിടക്കാണ്. ഉം. അതിൽ ഞാൻ ഒറ്റ ഇതൊക്കെ ചോദ്യം കൊണ്ട് ചോദിക്കട്ടെ നിങ്ങളോട്. ഇപ്പൊ ഈ ഈ സൂഫികളോടും ഈ മുസ്തഫ മൗലവിനെ ഓക്കെ, പോലുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതേ ഉള്ളൂ. ഓക്കെ. എന്താണ് ഇതിന്റെ ഒരു ഒറിജിൻ ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനൽ ഖുർആൻ എന്ന് വെച്ചാൽ അല്ലല്ല, അത് ഒറിജിൻ, ഖുർആൻ ഉത്ഭവം, തൗഹീദ്. ഖുർആൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം. ഖുർആൻ എന്താണ് ഖുർആൻ, എങ്ങനെ ഉണ്ടായി ഖുർആൻ? ഖുർആൻ ഉണ്ടായിട്ടുള്ളത്, ഖുർആന്റെ മുന്നേ ഉള്ള ഇഞ്ചീല്, അതിന് മുന്നേ ഉള്ള തൗറാത്ത്, അതിന് മുന്നേ ഉള്ള സബൂർ. ഉം, ഈ ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്മാരെ കറക്റ്റ് ട്രാക്കിലേക്ക്, ഈ കാണുന്നതൊന്നല്ല, ഇതിന്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ പോലെ വർക്ക് ചെയ്യുന്ന ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിലൂടെ വന്നിരിക്കുന്നത്. എനിക്കങ്ങനെ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ പല ആൾക്കാർ, ഈ സൂഫി ഉസ്താദുമാരുടെ അടുത്തൊക്കെ 1-2 ആൾക്കാരോട് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ അതെ, വായിക്കുക, അങ്ങനെയൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട്. ഇതിന്റെ ജസ്റ്റ് എന്നെ സംബന്ധിച്ച് ഇത് വായനയല്ല, പക്ക ഒരു സൂഫിസം പൊളിറ്റിക്കൽ ആയിട്ടുള്ള വായനയല്ല. സാധനമാണ്. ഇതൊരു മനസ്സിലായി? അല്ല, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. വായനയിൽ നിന്ന് അതിന്റെ ഒക്കെ ഒരു പോയിന്റിലേക്ക് വരും. നമ്മളെ മീൻചന്തയിലുള്ള ബാബല്ലേ, അറിയില്ല, എനിക്കറിയില്ല. ആ മീൻചന്തയിൽ ഒരു ബാബുണ്ട്. എന്ന് വെച്ചാൽ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോ ഇതിന്റെ ഒക്കെ ആയത്തുകൾ വായിന്ന് പടപടപടയെന്ന് വരും. ഇതിന്റെ ഖുർആനും നന്നായിട്ട് അറിയുന്ന ആളാണ്. ഒരു ബാബ എന്നിട്ട് വയസ്സായിട്ട് ഒരാളുണ്ട് അവിടെ മീൻചന്തയില്. അതുപോലെ ഒരു ദിവസം യൂട്യൂബ് കണ്ടിട്ട് ഞാൻ പോയതാണ്. പോയി സംസാരിച്ച് പരിചയപ്പെട്ടിട്ട് പോകുന്നു മാത്രം, വേറെ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇതൊന്ന് പറയും, എങ്ങനെയാണ് ഖുർആൻ ഉണ്ടായത്? ഖുർആൻ എന്താണ്? ഖുർആൻ എങ്ങനെ ഉണ്ടായ ഒരു ഗ്രന്ഥാണ്? ഇത് എങ്ങനെ, ആരിൽ നിന്ന് വന്നു, ആരുണ്ടാക്കി എന്നൊക്കെ എങ്ങനെയാ ഖുർആൻ നമ്മൾ മുന്നേ ഇറങ്ങിയിട്ടുള്ള ആ ഗ്രന്ഥങ്ങളുടെ പുതിയ പുതിയ ഭാഗങ്ങൾ ഖുർആനിലൂടെ സെപ്പറേറ്റ് വന്നിട്ടുള്ളത് മഅയ്യത്ത് ദാത്തിനെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ചാണ് ഖുർആനിൽ. അതൊക്കെ നമുക്ക് പിന്നെ, അതൊക്കെ ഞാൻ പറയണത് ഇതെന്താണ് സാധനം, ഇത് എവിടുന്ന് വന്നു എന്നുള്ളത് എടുത്താലല്ലേ നമ്മൾ പിന്നെ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യണോ വേണ്ടേ തീരുമാനിക്കേണ്ടത്. ഇത് വന്നത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ
തൊട്ട് മറുപടി വരാൻ വേണ്ടി നിങ്ങളെ ബ്രെയിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്ന് ആ നോളജാണ് നിങ്ങളിലേക്ക് അത് എത്തുന്നത്. അതിനെയാണ് ജിബ്രീലിന്റെ വർക്കാണ്. അത് ജിബ്രീൽ എന്ന് അതിൽ വിശേഷിപ്പിക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ പെണ്ണ് എന്ത് ചെയ്യുന്ന നോക്കുമ്പോ പെണ്ണ് എന്നോടത്ത് പെന്നെ പോക്കറ്റില് വാച്ച് ടേബിളിൽ ഇരിക്കണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരില്ലേ? ആ ഇൻഫർമേഷനാണ് കിട്ടുന്നതിനാണ് ജിബ്രീൽ എന്ന് പറയുന്നത്. തേനീച്ചയിലേക്ക് അള്ളാഹു വഹീനെ അറിയിച്ചു. നിങ്ങൾ അപ്പൊ പിന്നെ ഈ ഗ്രന്ഥത്തിന്റെ പ്രസക്തി എന്താ? ഏത് ഗ്രന്ഥത്തിന്റെ? ഖുർആന്റെ. അതെ, അത് ബിംബങ്ങള്, ജീവനില്ലാത്ത ബിംബത്തിന് ഇതാണ് ദൈവം എന്ന് കരുതിയിട്ടും പിന്നെ കുട്ടികളെ പെൺകുട്ടികളെ കുഴിച്ചുമൂടിനൊക്കെ ക്രൂരത നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഉപദേശിച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ നിയമിക്കുന്നതേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഇത് ആര് നിയമിച്ചു? അരെ ഇത് ആര് നിയമിച്ചു നിങ്ങൾ വിചാരിക്കുന്നത്? നിയമിച്ചു എന്ന് വെച്ചാൽ ഈ സകല വ്യാധിയിലും കൂടി നിൽക്കുന്ന ഒരേ ഒരു എന്താ പ്രശ്നം അറിയോ? ഇപ്പൊ ഞാൻ ചോദിക്കാം. അതായത് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചോദിക്കാം. അതായത് ഖുർആനിനെ കുറിച്ചാണ് നിങ്ങൾ വിശദീകരിക്കുന്നത്, ഖുർആനിന്റെ അർത്ഥങ്ങളാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. എന്റെ ചോദ്യം, ഞാൻ ഖുർആനിൽ കൂടി തന്നെയാണ് പോവാ. അതെ, നിങ്ങൾ ഖുർആനിലൂടെ പോയിക്കോളൂ. ഞാൻ ചോദിക്കുന്നത് ആയിക്കോട്ടെ അതിന്റെ ഒറിജിനൽ ഫോം ഓഫ് ഖുർആൻ നിങ്ങൾ അതിലാണ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഒറിജിനൽ ഫോം ഓഫ് ഖുർആന്, അതിന്റെ ഉത്ഭവം എന്താണ്? അതിന്റെ ഒറിജിൻ ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇതാണ് ചോദ്യം. അപ്പം നിങ്ങൾ എന്നോട് പറയാൻ ശ്രമിച്ച ഒരു കാര്യം നമ്മളുടെ മനുഷ്യന്റെ മനനമാണെന്നാണ്. ഞാൻ ഇപ്പൊ ജസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങളെ പല പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല കുറെ. ഇപ്പൊ ഞങ്ങളെ വേറെ ഫോണിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്നിനടിച്ചപ്പോ നിങ്ങളെ കിട്ടിയതാണ്. അത് ഇൻഷാല്ല നമുക്ക് അതിന്റെ കാര്യങ്ങള് എന്ന് വെച്ചാൽ എന്നിൽ നിന്ന് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇപ്പൊ നമ്മള് നിങ്ങളും ഞാനും അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല, നിങ്ങളുടെ ഒരു വിശ്വാസം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പം ഖുർആൻ എന്ന് പറയുന്നത് എങ്ങനെ ഉത്ഭവിച്ച ഒരു ഗ്രന്ഥമാണ് എന്നാണ്. ഇപ്പൊ നിങ്ങൾ ഈ 2024 ഖുർആനിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ഖുർആനിൽ നിൽക്കും എന്ന് പറയുകയും ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഖുർആൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ഖുർആൻ എങ്ങനെ ഉണ്ടായതാണ്? അത് ഇതേപോലെ ഒരു നോളജിൽ കൂടെ ഈ നമ്മളെ ചിന്താശക്തിയിലൂടെ നമ്മൾ ശൂന്യമായിരിക്കില്ലേ, നമ്മളിങ്ങനെ ഒന്നുമല്ല ആരുമല്ല. സൃഷ്ടി അദം ഇലാഫി ചമയ എന്ന് പറയും. സൃഷ്ടി ഇല്ലായ്മയുടെ അവസ്ഥയിലേക്ക് എത്തുക. ഈ പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ ലയിച്ചു ചേർന്ന് നിൽക്കുന്ന ആളുകളെ സമാധി എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിൽ പ്രപഞ്ചത്തിൽ ലയിച്ചു നിൽക്കുമ്പോ അതിൽ കൂടെ നമ്മുടെ തലയിൽ വരുന്ന മനുഷ്യന്റെ തലയിലൂടെ, നമ്മുടെ മനനത്തിലൂടെ ഉണ്ടായി, നമ്മുടെ ബോധത്തിലൂടെ ഒക്കെ ഉണ്ടായി വരുന്ന ചിന്തകളും നമ്മളെ പ്രേരണകളും നമ്മളുടെ ബോധ്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഈ ഒരു ടെക്സ്റ്റിന്റെ പ്രസക്തി എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ ടെക്സ്റ്റിന്റെ പ്രസക്തി എന്താണ്? അപ്പൊ ഈ ടെക്സ്റ്റിന് എന്ത് പ്രസക്തി? ടെക്സ്റ്റ് ആദ്യം ഇല്ലല്ലോ. അല്ല, ഈ ടെക്സ്റ്റിന് അപ്പൊ എന്ത് പ്രസക്തി? അത് പ്രവാചകനിലൂടെ അങ്ങനെ വന്നു എന്നാണ് നിങ്ങളുടെ വാദം? അതെ. അപ്പൊ ഈ പ്രവാചകൻ എങ്ങനെയാണ് മാറ്റിമറിച്ചു അതിനവര്? അല്ല, ഈ പ്രവാചകനിലൂടെ ഇങ്ങനെ ഒരു സംഭവം ഉത്ഭവിച്ചു എന്ന് പറയുന്ന പ്രവാചകൻ അപ്പൊ എന്താണ് മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യാസമായിട്ട്? ദൈവം മറ്റു ഒരു മനുഷ്യനെ പ്രവാചകനായി സ്വീകരിച്ചു എന്നാണ്? അല്ല, പറഞ്ഞു തരണ്ടല്ലോ. ഇപ്പൊ നമ്മള് ആദ്യമായിട്ട് വേക്യൂം എന്ന അവസ്ഥയിലായിരുന്നു, ഹു എന്ന അവസ്ഥയിലായിരുന്നു, അള്ളാഹു എന്നല്ലേ നിങ്ങളും ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഓർമ്മ ചെറുപ്പത്തില്. അതിൽ നിന്ന് ആദ്യമായി സൃഷ്ടിച്ചത് ഒരു പ്രകാശമാണ്. പ്രകാശം എന്ന് പറയുന്നത് അത് റഹ്മത്തുല്ലിൽ ആലമീനായിട്ട് ലോകത്തിന് ഗുണമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചതാണ് പ്രവാചകന്റെ നൂറിനെ. അപ്പോ ആ വേക്യൂം എന്ന ഇരുട്ട് എന്ന ഈ അറിവൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടുക? ഏത് ആദ്യമായിട്ട് ദൈവം പ്രകാശമാണ് സൃഷ്ടിച്ചതെന്നൊക്കെ അറിവ് അതൊക്കെ നമുക്ക് കിട്ടിയ തർബിയത്തിന്റെ ശേഖന്മാരിൽ നിന്ന് കിട്ടുന്നതാണ്. ഖുർആൻ കൊണ്ടുള്ള തർബിയത്ത്, ഹദീസ് അല്ല കേട്ടോ. ഹദീസ് എന്ന് ഖുർആൻ കൊണ്ട് നമ്മൾ തർബിയത്ത് ചെയ്യണമെങ്കിൽ ആദ്യം ഖുർആനിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവണം. ഖുർആൻ എന്താണെന്ന് ധാരണ ഉണ്ടാവണ്ടേ? മുറബിയായ ഷേഖ് എന്നൊക്കെ പറയുന്ന ഈ തരീക്കത്തിന്റെ ഷേഖന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന ഇൽമും കാര്യങ്ങളും, അപ്പോഴാണ് ഈ എഹ്സാനും
അതുപോലെ ഈ കൺജങ്ഷൻ അതൊക്കെ ഈ വേർഡുകളായ ഖുർആൻ വെച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. ഖുർആൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള തർബിയത്തല്ല നിങ്ങൾ പറയണേ. അതെ, ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഖുർആൻ ആദ്യം മനസ്സിലാക്കേണ്ടത്. എവിടുന്നാണ് ഖുർആൻ ഉണ്ടായത്? അതായത് ദൈവം എന്ന് പറയുന്ന ഒരു പ്രപഞ്ചാതീതനായ ഒരു ശക്തി, ആ ശക്തി ഒരു മാലാഖ മുഖേന, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പുരുഷന്റെ മനനത്തിലൂടെ, എങ്ങനെ ആയിക്കോട്ടെ, മാലാഖ വിട്ടു ഉപമിക്കുന്നത് ആയിക്കോട്ടെ, നമ്മളുടെ ചിന്തയെയും നമ്മളുടെ ബോധ്യങ്ങളെയും മനനത്തെയും ഒക്കെയാണ് നിങ്ങൾ മാലാഖ കൊണ്ട് ഉപമിക്കുന്നതെങ്കിൽ, മുഹമ്മദ് എന്ന ഒരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തു എന്നും ആ മുഹമ്മദിന്റെ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന മൂല്യബോധങ്ങളാണ്, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന ഒരു രൂപം മാമനാട് ഗർഭോത്സവത്തിൽ വെച്ച് വാർത്തെടുത്ത് കൊണ്ടുവന്നിട്ട് സോഫ്റ്റ്വെയർ അള്ളാഹുവിന്റെ ഹയ്യനയിലേക്ക് കൊടുത്തു, അള്ളാഹുവിന്റെ സമ്മ കൊടുത്തു, അള്ളാഹുവിന്റെ ബസർ കൊടുത്തു. അങ്ങനെ അത് മുഹമ്മദ് നബിക്ക് മാത്രമായിട്ടാണ് അള്ളാഹ് അതൊക്കെ കൊടുക്കുന്നത്? ആദമ മുതലും കണ്ട്. അല്ല നമ്മളൊക്കെ, അപ്പൊ ഞാനും നിങ്ങളോ? തീർച്ചയായിട്ടും ഞാനും നിങ്ങളും ഒക്കെ മുഹമ്മദ് നബി ഉപയോഗിച്ച അതേ ഹയ്യും കയ്യും ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക്, അല്ല ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. എല്ലാ മനുഷ്യർക്കും ദൈവം ഇതേപോലെയുള്ള ഹയ്യും കയ്യും ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മളെ കാഴ്ച സമ്മം ബസറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ, ഈ മൂല്യബോധത്തിന്റെ ബേസ്, സോഫ്റ്റ്വെയറിന്റെ ബേസിക് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും, മനനം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിലൊക്കെ ജിബിരിയിൽ ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ പിന്നെ നമ്മൾ ഒരു പഴയ കാലത്തെ ഒരു മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ജിബിരിയിലിനെ മാത്രം നമ്മൾ പിന്നെ തർബിയത്ത് ചെയ്യണമെന്ന് പറയുന്ന ലോജിക്ക് എന്താണ്? ഇത് അല്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു ബേസിക്, നമുക്ക് എന്ത് വേണം, നമ്മളിപ്പോ ഒരു മൊബൈൽ അസംബ്ലി ചെയ്യാണ്, പുതിയത് ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിന്റെ എല്ലാ ഹാർഡ്വെയർ ആയിട്ടുള്ള എല്ലാ, അപ്പൊ മുഹമ്മദ് നബിയുടെ മുമ്പുള്ള മനുഷ്യന്മാർക്കോ? എല്ലാവർക്കും എന്തിനൊക്കെ ഇവിടെ ഒരു അണു പ്രവർത്തിക്കുന്നുണ്ടോ, അണു ഉണ്ടോ, ആ അണുവിന്റെ അതിനൊരു ജീവനുണ്ടല്ലോ, അതിനൊരു എന്താ പറയാ ശക്തി ഉണ്ടല്ലോ, ഊർജം. അത് റബ്ബന്റെയാണത്. അതാണ് റബ്ബ്. എല്ലാം കൂടി ചേർന്ന ഒന്നാണ് ഹു എന്ന്. അപ്പൊ പിന്നെ ഞാനും റബ്ബിന്റെ ഒരു അംശമല്ലേ? തീർച്ചയായും. പിന്നെ ഞാൻ എന്തിനാണ് വേറൊരു ഗ്രന്ഥത്തിനെ റിലേ ചെയ്യുന്നത്? അല്ല, എന്നിലുള്ളത് ദൈവത്തിന്റെ അംശം. ഒരു മിനിറ്റ്. എന്നിലുള്ളത് ദൈവത്തിന്റെ അംശമാണെങ്കിൽ, ഞാൻ ദൈവമാണെങ്കിൽ, ഞാൻ ദൈവം എന്ന് പറയുന്നത് അല്ല, എന്റെ ചിന്തകളും പ്രവൃത്തിയും ഒക്കെ ചേർന്നാണല്ലോ ദൈവം. എന്നിലുള്ളത് ദൈവത്തിന്റെ ആത്മാവിന്റെ അംശമാണെങ്കിൽ, അതല്ലേ ഞാൻ എന്തിനാണ് ഒരു പഴയ ഗ്രന്ഥത്തെ അവലംബിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. പഴയ ഗ്രന്ഥത്തിലൂടെ നമ്മൾ ചിന്തിച്ച് നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ് സ്വയം. അതെന്തിനാണ് നമ്മൾ പഴയ ഗ്രന്ഥത്തെ അവലംബിക്കുന്നത്? പുതിയ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും എടുത്താ പോരെ? പുതിയ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും എടുത്താ പോരെ? പുതിയ ഗ്രന്ഥം അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളും പഴയ കാലത്തെ അറിവുകളൊക്കെ അന്വേഷിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു ഗ്രന്ഥമായിട്ട് മാത്രം ഖുർആനെ പരിഗണിച്ചാ പോരെ? എല്ലാ പഴയ ഗ്രന്ഥങ്ങളും കൂടെ ചേർന്നത് പാർട്ട് 4 പാർട്ട് 25% ഖുർആനിൽ കിടക്കുന്നത് സബൂറാണ്. അല്ല ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഈ 4 ഗ്രന്ഥത്തിൽ സബൂർ, ഇഞ്ചീൽ, തൗറാത്ത്, ഖുർആനിൽ മാത്രം എന്തിനാ നമ്മൾ ഒതുങ്ങി കൂടുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നത്. ഖുർആനില് എന്തിനാ അങ്ങനെ ഈ 4 ഗ്രന്ഥത്തിലും 100 ഏടിലും ഒതുങ്ങുന്നത്? നമ്മള് അതിനെ ആൾക്കാർ ഡെമോ ചെയ്തിട്ട് എന്ത് കൊണ്ടുവരുന്നുണ്ട്? അതിനെ ഒരു ശാസ്ത്ര ലോകം പലതും കണ്ടുപിടിച്ചു വരുന്നുണ്ടല്ലോ. അല്ല, എന്റെ ചോദ്യം അതല്ല. അപ്പോഴും എന്റെ ചോദ്യം, എന്നിലുള്ളത് ഈശ്വര ചൈതന്യമാണെങ്കിൽ, എന്നിലുള്ളത് ഈശ്വരന്റെ ആത്മാവിന്റെ അംശമാണെങ്കിൽ, ദൈവിക ആത്മാവിന്റെ അംശമാണെങ്കിൽ, അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്തിനാണ് റിലേ ചെയ്യുന്നത്? നമുക്ക് കാര്യങ്ങളെ മനനം ചെയ്യാനും സമ്മം ബസറും അക്കലും ഒക്കെ നമുക്കില്ലേ? പിന്നെ നമ്മൾ എന്തിനാണ് പഴയ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പരതുന്നത്? പിന്നെ പഴയ ഗ്രന്ഥങ്ങൾക്ക് പരതാൻ പോകുന്നില്ലല്ലോ, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഖുർആനാണ് നിങ്ങൾ തർബിയത്ത് ചെയ്യുന്നത്. അല്ല, അതെന്താന്ന് വെച്ചാല് ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ എന്തിനാണ് നിങ്ങളോട് ഇത്ര നേരം ഈ കാര്യത്തിൽ സംസാരിച്ചത് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഗ്രന്ഥത്തെ വെച്ച് ഏത് തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്, പല തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, ഞാൻ പറയാം, ഒരു ഭാഗത്ത് ഇതേ ഖുർആൻ വെച്ചിട്ട് അനൽ ഹക്ക് എന്ന് പറയുന്നവരുണ്ട്, ഒരു ഭാഗത്ത് അദ്വൈതം ഖുർആനിൽ സ്ഥാപിക്കുന്നവരുണ്ട്, ഒരു ഭാഗത്ത് ഇതിനെ മാനവികമായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്, മറുഭാഗത്ത് ഇത് വെച്ച് സായുധ ജിഹാദ് നടത്തുകയും രാഷ്ട്രീയ അധികാരം പിടിക്കുകയും ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ പല തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്. ഒരു മിനിറ്റ്, ജിഹാദ് എന്ന് പറയുന്നാൽ
എന്റെ കേൾവി എന്റേതല്ല, അതിനോട് യുദ്ധം ചെയ്ത് ഞാൻ കേൾവിയില്ലാത്തവനാണ്, കേൾവി അള്ളാഹിന്റെ സിഫത്താണ്, അല്ല അത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വ്യാഖ്യാനം, ഞാൻ പറയുന്നത് നിങ്ങളുടെ വ്യാഖ്യാനം, അത് നിങ്ങൾ പറയുന്ന സൂഫിസത്തിന്റെ വ്യാഖ്യാനം. ഞാൻ പറയുന്നത് ആ ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒറിജിനൽ ആയുധങ്ങൾ വാങ്ങുകയും പരിശീലിപ്പിക്കുകയും രാഷ്ട്രീയാധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മനുഷ്യരെ കൊല്ലുകയും ചെയ്യുന്ന ജിഹാദ് നടക്കുന്നുണ്ട്. പറയട്ടെ, അത് ഉമർ പോലത്തെ കുറെ ആളുകള്, ഉമർ ഖത്താബ് പോലത്തെ കുറെ ആളുകള് ഈ മദീനയിലേക്ക് പോയപ്പോ നബിയോടൊപ്പം കൂടിയിട്ട് നബിനെ ട്രാക്ക് മാറ്റി. അല്ല അതൊക്കെ ശരിയായിരിക്കാം. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെയൊക്കെ ആകത്തുകയാണല്ലോ ഇന്ന് ലോകത്തുള്ള ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് ഈ ഗ്രന്ഥവും അതിന്റെ പുതിയതും പഴയതുമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും ഒന്നും അത്ര പ്രസക്തമായിട്ട് ഞാൻ എടുക്കുന്നില്ല. അത് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ ക്യൂരിയോസിറ്റി ഒക്കെ ഞാൻ മറികടന്നതാണ്. ഇപ്പൊ ഇലിയാക്കത്ത് ഇപ്പൊ എന്നോട് പറയുന്ന മറുപടി, അല്ലെങ്കിൽ ഞാൻ അതിന് തരുന്ന സംസാരിക്കുന്ന കാര്യങ്ങൾ ഇത് ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒന്നാണ്. തലയിൽ നിന്ന് വെച്ചാല് നമ്മളതിനെ വിൽക്കില്ല. ഞാൻ അത് പഠിച്ച എങ്ങനെയായിരിക്കും എന്ന് ഓർത്തിട്ടുള്ള അല്ലല്ലോ റിയലി. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ 1500, 2000, 3000, 4000 കൊല്ലം മുമ്പുള്ള പുസ്തകങ്ങളിൽ അതിൽ തന്നെ അഭിരമിക്കേണ്ട കാര്യം, അതിൽ തന്നെ തർബിയത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇല്ല. ഒരു കിതാബും അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മൾ തമ്മില് വേറെ ഇഷ്യൂ നമ്മൾ സംസാരിക്കേണ്ട, അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിൽ ഖുർആനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറയാം. ഇല്ല. തീർച്ചയായിട്ടും എല്ലാ സംഭവങ്ങളും. അതെ. ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ വിളിച്ചതിൽ സന്തോഷം. അറിഞ്ഞിരിക്കണമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ നിങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ ലോകത്തെ ജനതല്ലേ വഴിതെറ്റി കിടക്കുന്ന ഇസ്ലാമിലും ക്രിസ്ത്യാനിലും ഹിന്ദുക്കളിലും വഴിതെറ്റി ജീവിച്ചു പോരുന്ന ജനത മൊത്തം എന്ത് ചെയ്യും? ഒരു ഇതിലേക്ക് കയറി വരും, ദൈവത്തിന്റെ സാക്ഷി പട്ടികയിൽ കയറി വരും. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ എന്റെ ചിന്തയിലൂടെയും എന്റെ സംസാരത്തിലൂടെയും ഒക്കെ ഘട്ടം ഘട്ടമായിട്ട് അതിനിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മതങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കപ്പെടലാണ് യഥാർത്ഥ ദൈവിക പാതയിൽ എത്തലെങ്കിൽ അത് നടക്കട്ടെ. തീർച്ചയായിട്ടും 100%. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം മൗലവിയും ഇവരൊക്കെ ചേർന്നും കൊണ്ട് നമ്മള് ഇന്ത്യയില് അല്ലെങ്കിൽ മറ്റേ ലോക കോടതിയില് ഞാൻ അതെനിക്ക് മനസ്സിലായി. എന്നെ സംബന്ധിച്ച് ഞാൻ ദൈവത്തെ പ്രതീക്ഷിച്ചല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ഞാൻ മനുഷ്യനെ പ്രതീക്ഷിച്ചും മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്റെ മുമ്പിലുള്ളത് മനുഷ്യരാണ്, എന്റെ സഹജീവികളാണ്. ദൈവമില്ല. അല്ല, എന്റെ പരിഗണനയില് എന്റെ പരിഗണനയിലോ എന്റെ ലക്ഷ്യങ്ങളിലോ ഒന്നും ദൈവം അല്ല ഉള്ളത്, മനുഷ്യരുടെ ജീവിതമാണ്. നിറഞ്ഞു നിൽക്കുന്നത് മനുഷ്യരിലാണ്, ചന്ദ്രനിലാണ്, സൂര്യനിലാണ്, വെള്ളത്തിലാണ്, അണുക്കളിലാണ്. അങ്ങനെ ലോകമാസകലം വ്യാപിച്ചു കിടക്കുന്ന എല്ലാമാണ്. ഇതിൽ നിന്ന് ഒരു ചാരത്തരി വേറെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഷിർക്കാണ്. ശരി. ആയിക്കോട്ടെ. ഒരു മുജാഹിദിനും വഹാബിക്കും ആർക്കും എന്ത് പറ്റില്ല അള്ളാഹുവിന്റെ സിഫത്തുകളിലെ ഷിർക്കിനെ, സിഫത്തുകൾ വെച്ചാൽ ഗുണങ്ങളാൽ കാണപ്പെടുന്ന എന്തെല്ലാം ഉണ്ട് അത് തന്നെയാണ് ഈ 41 സിഫത്തിൽ പെടും. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും ഞാനിത് ഫുഡ് കഴിക്കാൻ പെട്ടെന്ന് നിങ്ങളെ കിട്ടിയപ്പോഴൊരു എന്താ പറയാ, ഒരു നമുക്കൊരു ഇതുണ്ടാവുമല്ലോ മനസ്സിൽ, ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ, ഒരു സന്തോഷത്തിന്റെ ഒരു ഭാഗം, ഒരു ആഹ്ലാദത്തിന്റെ ഒരു ഭാഗമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ സംസാരിച്ചു. വളരെ സന്തോഷം. എനിക്ക് മുസ്തഫ അലവിയുടെ നമ്പർ ഒന്ന് ഇട്ടെന്ന് ഞാൻ കുറെ ആയി ചിന്തിക്കുന്നു. നിങ്ങൾ മുസ്തഫ അലി ഒക്കെ കൂടിയിട്ട് ചേർത്ത് നമുക്ക് നല്ലൊരു, ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട് നമ്പർ അയച്ചേരാ. ആയിക്കോട്ടെ. ഞാൻ തൃശ്ശൂരാണ്, കളത്തോടാണ്. ശരി, കേട്ടാ. ഓക്കെ, താങ്ക് യു.